ഇവിടെ 2 ഓപ്ഷൻ എനിക്കുള്ളത്. ഒന്ന് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി എല്ലാവരെയും പോലെ. ഇപ്പോൾ നമുക്ക് സമൂഹത്ത് എന്നെപ്പോലുള്ള പല ആളുകളെയും കാണാൻ പറ്റും അല്ലേ, 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ നിൽക്കാം അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറയാനും പറ്റില്ല, കാരണം എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ആ രീതിയിൽ പോവാം. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കാം അല്ലേ, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് അല്ലെ. എങ്ങനെ ഈ ലോകത്ത് അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവരോടൊപ്പം എനിക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ പോലുള്ള ആളുകൾക്ക് അത് വലിയൊരു പ്രചോദനമാവും. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ശരിക്കും ചെറിയ ചെറിയ കുറവ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ് എന്ന് ചെറിയ റീസൺസ് വെച്ചിട്ട് പുറത്തിറങ്ങാൻ നാണക്കേടാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. സത്യമല്ലേ? അതെ അതെ അതെ. ആ ഒരു നിലയ്ക്ക് തൻഷാൻ എന്ന് പറയുന്നത് ഒരു വലിയ കുറവ് ഉണ്ടായിട്ടും അതിനെ വലിയൊരു മികവാക്കി മാറ്റി ജീവിക്കുന്ന ഒരാളാണ്. എന്താണ് ഇപ്പോഴുള്ള കുട്ടികളോട് പറയാനുള്ളത്? അതെ, നമുക്കിപ്പോ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ലോകത്ത് കുറച്ചു കാലം ജീവിച്ചു മരിക്കണം അല്ലെ. എല്ലാവരും ഒരു ദിവസം ജീവിച്ച് ഒരു ദിവസം മരിക്കും. അപ്പോൾ ആ ഒരു ജീവിക്കുന്ന കാലം നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കറുത്തതായാലും നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. ഞാൻ പല വേദികളിലും പറയാറുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെയായി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇവിടം വരെ എത്തണമെങ്കിൽ എനിക്ക് ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാം അല്ലേ. ഞാൻ ഇവിടെ തന്നെ ഇരുത്തിയത് മുതൽ ഞാൻ ഒരു കാര്യവും സ്വന്തമായി ചെയ്തിട്ടില്ല അല്ലേ. രാവിലെ തന്നെ എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ഉമ്മ മുതൽ ഇവിടെ എന്നെ എടുത്തിരുത്തിയ ആള് വരെ ഒരേ കാര്യങ്ങൾ ഞാൻ ചെയ്തതല്ല. പക്ഷെ എനിക്ക് അതിനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഇതൊന്നും എനിക്ക് ചെയ്യണ്ടാലോ അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പകാലത്ത് റേഷൻ പീടിയിലൊക്കെ എൻ്റെ അനിയനെയാണ് ആരയക്കുക, ഉമ്മ അയക്കുക, അവനെ ചീത്ത വാർത്ത അയക്കുക, എന്നെ അതുപോലെ അയക്കില്ല. അങ്ങനെ പലതും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും അല്ലേ. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പോസിറ്റീവായിട്ട് എടുക്കുക. ശരിക്കും നമ്മൾ ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്നത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി സന്തോഷിക്കുന്ന കാര്യമാണ്. ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ തൻഷൻ എന്ന ഈ ഒരു വ്യക്തി ഇന്ന് ഈ സമൂഹത്തിന് പ്രചോദനമായിട്ട് കാണില്ലായിരുന്നു അല്ലേ? ഒരിക്കലും ഇല്ല. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ തൻഷാനെ? ഉമ്മയാണ് എല്ലാം ചെയ്തു തരുന്നതും ഒക്കെ. ഈ ബിസിനസ് മാൻ ആണെന്ന് പറഞ്ഞു, എങ്ങനെ ഈ ബിസിനസ്സിലേക്കൊക്കെ വന്നേ? ഞാന് ബിസിനസ് മാൻ എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സ്ഥാപനം തുടങ്ങിയായിരുന്നു. അതായത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട. പിന്നെ അത് അനാദിയായി, സ്റ്റേഷനറി ആയി. പിന്നെ അവിടെ പൊറോട്ടയും ബീഫ് കറിയും വരെ വെക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. ഒരു ചെറിയ കട. അവസാനം അവിടെ വലിയ 7 ലക്ഷത്തോളം കടബാധ്യത വന്ന് നിൽക്കുന്ന സമയത്ത്, അതാ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഒരവസരം കിട്ടുന്നതും ആ അവസരം പിന്നീട് ഞാൻ അതിനെ ഉപയോഗിച്ച് നീ കാണുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ആദ്യം ഒരു ബിസിനസ് തുടങ്ങി, അത് പൊട്ടിപ്പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഒന്ന് ഞാനക്ക് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് അറിഞ്ഞിട്ടൊന്നുമല്ല, ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതിനെക്കാട്ടും ഒന്നും അറിഞ്ഞിട്ടല്ല തുടങ്ങി. അല്ല, ഒരു ബിസിനസിന്റെ ഒരു ABCD അറിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയും പുറത്തിറങ്ങണം എന്നുള്ള രീതി. കാരണം ഞാൻ +2 വരെ എൻ്റെ ഉമ്മയും മറ്റുള്ള എല്ലാവരും ഹെൽപ്പോട് കൂടി +2 വരെ പുറത്തു പോയിട്ട് പഠിച്ച ഒരാളാണ്. പിന്നീട് ഒരു വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് ടെൻഷനൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. വീട്ടിൻ്റെ അകത്ത് ആരെങ്കിലും കടന്നു വരുന്ന സമയത്ത് എന്നെ വല്ലാണ്ട് അത് നിരുത്സാഹം ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്ത് ഞാൻ പുറത്തിറങ്ങാന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു സ്ഥാപനമാണ്. പക്ഷെ അതിങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടിവെട്ടിയവന് പാമ്പ് കടിച്ചിട്ട്. അതെ, ആ ബിസിനസ് പൊട്ടി പൊളിഞ്ഞ സമയത്ത് ജീവിതം മടുത്തു അല്ലെങ്കിലോ കുറച്ച് പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതും കൂടി ആയപ്പോ മൊത്തം കഴിഞ്ഞെന്ന് വിചാരിച്ചതായിരുന്നു. അവർ അന്ന് തളർന്നെങ്കിൽ തീർന്നേനെ. പിന്നെ അവിടെ ഒരു ചാട്ടമായിരുന്നു. പിന്നല്ല, +2 വരെ സ്കൂളിൽ പോയാണ് പഠിച്ചത്. സ്കൂളിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്കൂളില് ഒന്നാമത്
ആ സമയത്തൊക്കെ എന്നെ പോലത്തെ ഇപ്പം ആളുകൾക്ക് ഒരു അത്ഭുതമാണ് അല്ലെ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് വലിയ ആളുകളെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവരൊരു കാര്യം ഈ ചെറിയ കുട്ടികളൊക്കെ അടുത്ത് വരുമ്പോൾ അവര് നമ്മളെടുത്ത് അടുത്ത് വരുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു വിഷമാവും. ചിലപ്പോൾ അവര് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ചില കുട്ടികൾ ചെറിയ ചെറിയ മക്കൾ എൻ്റെ അടുത്ത് വന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മളെ കൂടെ പഠിക്കുന്ന ഇക്കാക്കിയ 2 സംശയമാവുമായിരിക്കും. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ ചിലപ്പോൾ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും പ്രശ്നമില്ല. എന്നാലും കളിയാക്കലുകളോ പരിഹാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? കളിയാക്കലെന്ന് മീൻസ് അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അറിയാതെ കുഞ്ഞു പിള്ളേരല്ലേ, അതിന്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് കളിയാക്കൽ എന്നല്ല, എന്നെ പോലത്തെ ആൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നും, അതേപോലെ പരിമിതിയുള്ള ആളുകൾക്കൊന്നും പറഞ്ഞതല്ല ബിസിനസ് എന്നും അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിലാണ് ഇന്ന് കാണിച്ചത് ഞങ്ങൾക്ക് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റും കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നിസ്സാരമല്ലേ? അതെ അതെ. അപ്പോ ഈ വീട്ടിലെന്ന് പറയുമ്പോ ഉമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ഉപ്പ എങ്ങനാ? ഉപ്പയും സപ്പോർട്ടാണ്. ഉപ്പ എന്നൊരു ഒരു പ്രത്യേക ക്യാരക്ടറാണ്. നാട്ടില് എല്ലാം ഒരു അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഒരാളാണ്, സാദിഖ് പേര്. അപ്പോ പള്ളി കമ്മിറ്റി ആയിട്ടും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ആള് എന്താ ഞാൻ ചെയ്യുന്നത് അങ്ങനെയൊന്നും ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അപ്പൊ നിനക്ക് എന്തൊക്കെ പറ്റും അത് ചെയ്തോ എന്നുള്ള രീതിയിലാണ് ആള്. ഇപ്പൊ പണ്ട് അറിയാം മോനൊരു കഴിവുണ്ട് എന്ന്. അതാ അറിയായിരിക്കാം ചിലപ്പോ. അപ്പൊ ഉപ്പാന്ന് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആള്. പണ്ടേ പറയലുണ്ട്, ഇപ്പോ ആള് പുറത്തെ ആളുകൾ ആരെന്ത് പറഞ്ഞാലും ഒരു രാത്രി 3 മണിക്ക് വീട്ടിൽ വന്ന് ബെല്ലടിച്ചാലും ആള് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇപ്പം എന്റെ അനിയനാവും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആള് സ്വന്തം ചെയ്തോന്ന് പറയും. നമ്മളായിട്ട് അതിറങ്ങി ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്തിക്കുന്ന ഒരു രീതിയിലുള്ള ഒരാളാണ്. ഈ ഉമ്മയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. അതെ അതെ. ഉമ്മാക്കൊണ്ടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ മറ്റൊരു പാട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സഹനക്കടലാണ് ഉമ്മ സ്വർഗപ്പൂവാണ്, ഉമ്മാന്റെ കാലടി പാടി ലാണ് സ്വർഗം മോത്തോളി, ഉദിപതിയായി മുത്ത് മുഹമ്മദിൻ പൂമുതിയുള്ളിനുറച്ചോളി.